രാഹുവേ കേതുവേ നമഃ. അപ്പം നമ്മുടെ രാശിചക്രത്തിൽ രാഹുകേതുക്കളെ കൊണ്ട് പല സംഭവങ്ങളും സൂചിപ്പിക്കുന്നുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിൽ രാഹുകേതുക്കൾക്കൊരു മാറ്റം വന്നിട്ടുണ്ട്. അവരെപ്പോഴും സഞ്ചരിക്കുന്നത് തിരിച്ചാണ് സഞ്ചരിക്കുന്നത്, മുന്നോട്ടല്ല, വക്രത്തിലാണ് സഞ്ചരിക്കുന്നത്. അപ്പം മേടരാശിയിൽ നിന്ന സർപ്പൻ മീനരാശിയിലും വന്നു, തുലാം രാശിയിൽ നിന്ന കേതു ഇപ്പം കന്നിരാശിയിലും വന്നു നിൽക്കുകയാണ്. അപ്പം ഇങ്ങനെ രാഹുകേതുക്കളുടെ മാറ്റം ഏതെല്ലാം രാശിക്കാരെ ബാധിക്കും എന്നുള്ളതാണ് നമുക്കറിയേണ്ടത്. അപ്പം മേടരാശിക്കാർ ഇപ്പോഴെപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കണം, രാഹുകേതുക്കൾ 6, 8, 12 നിന്നാൽ ശുഭദായകന്മാരാണ്. എല്ലാ ഗുണങ്ങളും നമുക്ക് നൽകും. മാത്രവുമല്ല, ഗുരു വീക്ഷിച്ച് നിന്നാൽ, ഗുരു വീക്ഷണം എന്ന് പറയുമ്പോൾ ദശലക്ഷം ദോഷവും ഗുരു വീക്ഷണാൽ ഹനിക്കും എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗുരുവിനോടൊപ്പം ചേർന്ന് നിന്നാൽ, പലരും ഗുരു സർപ്പൻ ഒരുമിച്ച് നിന്ന ആൾക്കാർ പറയും, ഒരു ജ്യോതിഷന്മാർ പറയും ഗുരു ചണ്ടാള യോഗം എന്ന് പറയും. ശരിക്കും അത് ഗുരു ചണ്ടാള യോഗമല്ല, ഞാൻ പറയും അനന്ത നാരായണ യോഗം എന്നേ പറയും. അനന്തനും നാരായണനും ഒരുമിച്ച് നിൽക്കുന്ന യോഗം. അപ്പം അങ്ങനെയുള്ള യോഗത്തിൽ നിന്ന് മാറി അദ്ദേഹം ഇപ്പോൾ മീനരാശിയിൽ വന്ന് നിൽക്കുകയാണ്. അശ്വതി, ഭരണി, കാർത്തിക കാലുകാരാണ് മേടരാശിക്കാർ. അവർക്ക് 12 രാഹുവും 6 കേതുവും നിന്ന് കഴിഞ്ഞാൽ അവർ ഉദ്ദേശിക്കുന്ന ലക്ഷ്യസ്ഥാനത്തേക്ക് കുതിക്കാൻ പറ്റും. സാമ്പത്തികമായിട്ടും ശാരീരികപരമായിട്ടും എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം അവർക്ക് മാറി ഗൃഹനിർമ്മാണത്തിനുള്ള സമയം തന്നെയാണ്. രാഹുകേതുക്കൾ അവരെ സഹായിക്കുക തന്നെ ചെയ്യും. കാർത്തിക, മുക്കാല്, രോഹിണി, മകയിരത്തര വരുന്ന ഇടവരാശിക്കാർ അവർക്ക് 11 സർപ്പൻ നിൽക്കുന്നത്. അപ്പൊ സർപ്പപ്രീതി ചെയ്യുകയോ അരയാലിനെയും നാഗദൈവങ്ങളെയും വലം വെച്ചു പ്രാർത്ഥിക്കുകയോ ചെയ്താൽ വരാനുള്ള ധനവരവ് തടസ്സമായി നിൽക്കുകയാണെങ്കിൽ ധനവർധനവുണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്ന ഒരു സമയമായതുകൊണ്ട് രാഹുകേതുക്കളെ പ്രത്യേകിച്ച് പൂജിക്കുക. മാത്രമല്ല, പുള്ളുവൻ പാട്ട് നടത്താം. ആ പുള്ളുവൻ പാട്ട് നടത്തുമ്പോഴത്തേക്ക് ഇവർക്കുമേ ഇല്ലത്തിനും വൃക്ഷലതാദിക്കും ആളിനും അർത്ഥവതിക്കും നാഗരാജൻ, നാഗയക്ഷി മുതലായ സർപ്പദൈവങ്ങൾ കേട്ട് ഈണസ്വരത്തിൽ പ്രസാദിക്കണമെന്നാണ്. ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഭഗവാന്റെ അനുഗ്രഹം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുന്നു. 10ാം ഭാവത്തിലാണ് സർപ്പൻ നിൽക്കുന്നത്. ആർക്ക്? മിഥുനരാശിക്കാർക്ക്. മകയിരത്തിന്റെ അവസാനത്തെ 30 നാഴിക, തിരുവാതിര, പൂർവ്വത്തിന്റെ ആദ്യത്തെ 45 നാഴിക ചേരുന്ന ഈ മിഥുനരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 10ൽ സർപ്പൻ നിന്നാൽ പഠിക്കാനായിട്ട് പോകുന്ന കുട്ടികൾ, +2 പഠിക്കുന്ന കുട്ടികൾക്ക് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള സീറ്റ് ഉറപ്പിക്കാൻ 10ൽ നിൽക്കുന്ന സർപ്പൻ സഹായിക്കുന്നതാണ്. 10ൽ നിൽക്കുന്ന സർപ്പൻ മെഡിക്കൽ രംഗത്ത് ഉയർച്ച ഉണ്ടാക്കിയെടുക്കും. മാത്രമല്ല, ആ രാശിയിൽ ആരെല്ലാമാണോ ആരോഗ്യ മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്നത് അവർക്ക് ഉത്തരോത്തരം വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുക തന്നെ ചെയ്യുന്നു. 10ൽ നിൽക്കുന്ന സർപ്പൻ മീനരാശിയിലായതുകൊണ്ട് കടൽ കടക്കണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും വിദേശ രാജ്യങ്ങളിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്കും സാധിച്ചു കൊടുക്കുന്ന ഒരു സമയമാണ്. 4ലെ കേതു നിൽക്കുന്നത് കൊണ്ട്, കേതു നിന്നാൽ കേതു വേണ്ടെന്ന് പറയും. 4 കുടുംബത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വരാം. പിന്നെ കലാരംഗത്ത് നിൽക്കുന്നവർക്ക് കലാരംഗത്ത് ശോഭിക്കാൻ പറ്റുന്ന ഒരു സമയമാണ് ഈ രാഹുകേതുക്കളുടെ അനുഗ്രഹം. പൂർവ്വത്തിന്റെ അവസാനത്തെ 15 നാഴിക പൂയമായില്യം ചേരുന്ന കർക്കടക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 3ൽ കേതു നിന്നാൽ സഹോദരങ്ങളുമായിട്ട് അടിപിടി കൂടാൻ സാധ്യതയൊക്കെയുണ്ട്. മാത്രമല്ല, ആ സർപ്പൻ വന്നിട്ട് 9ാമത്തെ ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് ഭാഗ്യം വരേണ്ട വഴികളായതുകൊണ്ട് ഈ ഭാഗ്യം വരാൻ വേണ്ടി സർപ്പത്തിനെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. അരയാലിനെ നാഗദൈവങ്ങളെ വലം വെച്ച് പ്രാർത്ഥിക്കാം. അത് അതിരാവിലെ ആകണമെന്നേ ഉള്ളൂ. പലരും പറയും അമ്പലത്തിൽ ചെല്ലുമ്പോൾ അയ്യോ നാഗദൈവങ്ങളെ വലം വെച്ച് പ്രാർത്ഥിച്ചുകൂടാന്ന് പറയും. ഇപ്പൊ ക്ഷിപ്രപ്രസാദിയായ നാഗര്, ക്ഷിപ്രപ്രസാദിയാണ് നാഗര്. അപ്പോൾ ക്ഷിപ്രപ്രസാദിയായ നാഗര് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥന മുടക്കാതെ ചെയ്യുക. ഓം സർഭോഭ്യോ നമ എന്ന മന്ത്രം ജപിച്ചാൽ തന്നെ ഒരു ഫലം ഉണ്ടാകും. കാര്യം അനന്തനും വാസുകിയും, ആദ്യത്തെ സർപ്പങ്ങളുടെ രാജാവ് അനന്തനും രണ്ടാമത് വന്നത് വാസുകിയുമാണ്. എന്നാൽ ഈ അനന്തനെയും വാസുകിയും ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ 2 പേരുടെ അനുഗ്രഹം നമുക്ക് ലഭിക്കുക തന്നെ ചെയ്യുന്നു. പിന്നെ അരയാലിനെ നാഗദൈവങ്ങളെയും കൃത്യമായിട്ട് വലം വെച്ച് പ്രാർത്ഥിക്കണം. ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം മകം, പൂര, ഉത്രത്തിന്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ഇവർക്ക് അഷ്ടമത്തിലാണ് സർപ്പൻ, 2ൽ കേതുവാണ്. അപ്പൊ ധനസ്ഥിതി മെച്ചപ്പെടണമെങ്കിൽ കേതുവിനെ പ്രതിദാനം ചെയ്യുന്നത് ഗണപതിയെയാണ്.
ഗണപതിയും ചാമുണ്ടിയും കേതുവിനെ പ്രതിദാനം ചെയ്യുന്നവരാണ്. അതുകൊണ്ട് കൃത്യമായിട്ടത് പ്രാർത്ഥനയ്ക്ക് മുഴുകിയാൽ 100% നമുക്ക് വിജയിക്കാൻ സാധിക്കുക തന്നെ ചെയ്യുന്നു. 8-ലെ സർപ്പൻ, അഷ്ടമത്തിൽ സർപ്പൻ നിന്നാൽ നമുക്ക് ഗുണം ചെയ്യും. കാര്യം 6, 8, 12 പാപഗ്രഹങ്ങൾ നിന്നാൽ അത് ഗുണം ചെയ്യും. ഇപ്പൊ ചിങ്ങരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കണ്ടകശനി ഉണ്ടെങ്കിലും ആ കണ്ടകശനിയുടെ കാഠിന്യമൊക്കെ മാറി അവർക്കൊരു വളർച്ചയുടെ പടം ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന സമയമാണ് ഈ രാഹുകേതുക്കളുടെ മാറ്റം. പിന്നെ രണ്ടാമത് വരുമ്പോൾ ഉത്തരം മുക്കാല്, അതുപോലെ അത്തം, ചിത്തിരി, അര, ഈ വരുന്ന രാശിക്കാർ കന്നിരാശിക്കാരാണ്. കന്നിരാശിക്കാരുടെ ആരൂഢത്തിനകത്താണ് കേതു നിൽക്കുന്നത്. 7-ൽ സർപ്പനാണ്. അപ്പോൾ കുടുംബത്തിൽ ദാമ്പത്യ ബന്ധത്തിന് ചോർച്ച സംഭവിക്കാം, ദാമ്പത്യ കലഹങ്ങൾ വരാം, വിവാഹം കഴിച്ചവർ തമ്മിൽ പെട്ടെന്ന് തന്നെ ഈ ഡൈവോഴ്സ് വക്കിലെത്തുന്ന ഒരു കാലഘട്ടമാണ് ഈ സമയം. പിന്നെ അവരുടെ സംബന്ധിച്ചുള്ള അഷ്ടമത്തിലാണ് ഗുരു നിൽക്കുന്നത്. മാനസികമായിട്ടും ശാരീരികമായിട്ടും എന്തൊക്കെ ആയാലും 2024 ഏപ്രിൽ വരെ ഒരു വളരെയേറെ സമയം മോശമാണ്. കൃത്യമായിട്ട് ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുന്നതിലൂടെ അല്ലെങ്കിൽ സാക്ഷാൽ ശ്രീ പത്മനാഭനെ വലം വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ രാഹുകേതുക്കളുടെ ദോഷം മാറ്റിയെടുക്കാൻ സാധിക്കും. ചിത്തിരയുടെ അവസാനത്തെ 30 നാഴിക, ചോതി, വിശാഖത്തിന്റെ ആദ്യത്തെ 45 നാഴിക ചേരുന്ന തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 12-ലെ കേതു സഹായിയാണ്. അപ്പോൾ 6-ൽ നിൽക്കുന്ന സർപ്പനും സഹായിയാണ്. 6, 8, 12 നിൽക്കുന്ന ഈ രാഹുകേതുക്കൾ ഇവരെ സംബന്ധിച്ചിടത്തോളം ഉജ്ജ്വല വിജയം ഉണ്ടാക്കിയെടുക്കുമെങ്കിലും ഈ പറയുന്ന രാശിയിൽ ഒരുപാട് രാഷ്ട്രീയക്കാരുണ്ട്. അവരുടെ രാഷ്ട്രീയക്കാരെ കുറിച്ച് നോക്കുമ്പോൾ അവർക്ക് 2024 ഏപ്രിൽ വരെ യാതൊരു തരത്തിലുള്ള ദോഷവും സംഭവിക്കത്തില്ല. പക്ഷെ അതിനുശേഷം എന്തൊക്കെയായാലും ഒരുപാട് ദോഷങ്ങൾ കാത്തിരിക്കുന്ന ഒരു സമയമാണ് 2024 ഏപ്രിൽ മുതൽ. വൃശ്ചിക രാശിക്കാർ, വിശാഖത്തിന്റെ അവസാനത്തെ 15 നാഴിക, അനിഴം, തൃക്കേട്ട ചേരുന്ന വൃശ്ചിക രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 5-ലാണ് സർപ്പൻ, 11-ലാണ് കേതു. അപ്പോൾ വരവിന് തടസ്സം ഉണ്ടാകാം, മാനസിക പ്രശ്നങ്ങൾ വരാം, ശാരീരിക പ്രശ്നങ്ങൾ വരാം, ഒരുപാട് ന്യൂറോ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ അലട്ടാൻ സാധ്യതയുള്ള ഒരു സമയമായതുകൊണ്ട് ഈ പറയുന്ന ആയില്യ പൂജയൊക്കെ നടത്തി ശിവക്ഷേത്ര ദർശനമൊക്കെ നടത്തുമ്പോൾ ഒരു പരിധിവരെ ഈ പ്രശ്നങ്ങളൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ സാധിക്കും. എപ്പോഴും എന്ത് പ്രശ്നം വന്നാലും ഒരു പ്രാർത്ഥനയുണ്ടെങ്കിൽ ആ പ്രാർത്ഥന നമ്മളെ രക്ഷിക്കുക തന്നെ ചെയ്യുന്നു. ധനുരാശി, മൂലം, പൂരാടം, ഉത്രാടത്തിന്റെ ആദ്യത്തെ 15 നാഴിക ചേരുന്ന ഇവർക്ക് 4-ൽ സർപ്പനും 10-ൽ കേതുവാണ്. അപ്പം ഇവരുടെ തൊഴിൽ രംഗത്ത് ഒരുപാട് ശത്രുക്കളൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പം ആ ശത്രുക്കളെയൊക്കെ മാറ്റണമെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ചാമുണ്ഡി ക്ഷേത്രത്തിൽ പോയി ഭജനം പ്രാർത്ഥിക്കുക, പിന്നെന്ത് ഗണപതിയെ നന്നായിട്ട് പ്രാർത്ഥിക്കുക, നാഗദൈവങ്ങൾക്ക് പ്രത്യേക വഴിപാട് ചെയ്യുന്നതും ശുഭകരം തന്നെ നൽകും. മകരരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഉത്രാടം, മുക്കാല്, തിരുവോണം, അവിട്ടത്തിന്റെ ആദ്യത്തെ 30 നാഴിക ചേരുന്ന ഇവർക്ക് 3-ൽ സർപ്പനും അതുപോലെ തന്നെ 9-ലാണ് കേതു നിൽക്കുന്നത്. അപ്പോൾ ഭാഗ്യം വരുന്ന വഴികൾ അടയാതെ നോക്കേണ്ടത് കേതു ആയതുകൊണ്ട് ആ കേതുവിനെ പ്രത്യേകം പ്രാർത്ഥിക്കണം. അദ്ദേഹത്തെ പ്രതിനിധാനം ചെയ്യുന്നത് ഈ പറയുന്ന ഗണപതിയും അതുപോലെ തന്നെ ചാമുണ്ടിയുമാണ്. ആ ചാമുണ്ടി ക്ഷേത്രം ഗണപതി ഭജനമൊക്കെ നടത്തുക. മറ്റു മതസ്ഥർ എന്തൊക്കെയായാലും അവരുടെ പ്രാർത്ഥനകളിൽ മുഴുകണം. ഒരു പ്രാർത്ഥനയ്ക്ക് ബലമുണ്ടെന്നാണ് പറയുന്നത്. അവിട്ടത്തിന്റെ അവസാനത്തെ 30 നാഴിക, ചതയം, പൂരുരുട്ടാതിന്റെ ആദ്യത്തെ 45 നാഴിക ചേരുന്ന കുംഭരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം 2-ലാണ് സർപ്പൻ. ധനച്ചെലവ് വരാം. ആ ധനച്ചെലവ് വരാതെ നോക്കേണ്ടത് നാഗദൈവങ്ങളായതുകൊണ്ട് നാഗദൈവങ്ങൾക്ക് പ്രത്യേക പ്രാർത്ഥന നടത്തണം. പുള്ളുവൻ പാട്ട് നടത്തുന്നതും നല്ലതാണ്. മീനരാശിക്കാർ, പൂരുട്ടാതിന്റെ അവസാനത്തെ 15 നാഴിക, ഉത്രട്ടാതി, രേവതി ചേരുന്ന ഇവരെ സംബന്ധിച്ചിടത്തോളം സർപ്പനാണ് ആരൂഢത്തിൽ, 7-ൽ കേതു. അപ്പോൾ അവിടെ 7 നിൽക്കുമ്പോൾ 7-ാം ഇടം ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ദാമ്പത്യ പ്രശ്നങ്ങളുണ്ടാകാം. അതുപോലെ തന്നെ കുടുംബത്തിൽ മാനസിക പ്രയാസങ്ങളൊക്കെ വരാം എന്നുള്ളത് കൊണ്ട് നാഗദൈവങ്ങളെ പ്രത്യേകിച്ച് പ്രാർത്ഥിക്കുക. അരയാലിനെയും നാഗദൈവങ്ങളെയും വലം വെച്ച് പ്രാർത്ഥിക്കുന്നതിലൂടെ വലിയ ഗുണം ചെയ്യും. വല്ല ജാതകത്തിലും കാളസർപ്പയോഗം വരും. ഈ കാളസർപ്പയോഗം ഉള്ളവർ കാളഹസ്തി പോകണമെന്ന് ഞാൻ പറയാറില്ല. നമ്മുടെ വീടിനടുത്തുള്ള നാഗദൈവങ്ങളെ പ്രത്യേകിച്ച് വലം വെച്ച് പ്രാർത്ഥിക്കുക. അതുപോലെ തന്നെ നാഗദൈവങ്ങൾക്ക് പ്രത്യേക വഴിപാട് ചെയ്യുമ്പോൾ ഈ കാളസർപ്പയോഗം മാറും. പ്രത്യേകിച്ച് പുള്ളുവൻ പാട്ട് പാടുന്നത് നല്ലതാണ്. പുള്ളുവൻ പാട്ടിനെ കുറിച്ച് പറയുമ്പോൾ ഈ പുള്ളുവൻ പാടുന്ന ഒരു പ്രത്യേക രീതിയുണ്ട്. ഇപ്പോൾ ഒരാളുടെ നാളും പേരും പറഞ്ഞിട്ട് പാടുമ്പം, ഉദാഹരണത്തിന് അദ്ദേഹത്തിന്റെ നാളും പേരും പറഞ്ഞിട്ട് ഇപ്പോൾ ഒരു ബാലകൃഷ്ണൻ അല്ലെങ്കിൽ രേവതി എന്ന് പറയുമ്പോൾ, രേവതി നക്ഷത്രസ്യ ബാലകൃഷ്ണൻ എന്ന സന്തതിക്ക് പാടിപ്പിക്കുന്നു നാരാജന്റെ തിരുമുന്നിൽ, സന്തതിയുടെ സർപ്പദോഷങ്ങൾ ഒഴിയണം, ശത്രുഹാനി വരുത്തിയിടണം സന്തതികൾക്ക്. സന്തതികൾ എന്തെങ്കിലും മനമറിയാതെ വഴിവിട ദോഷങ്ങളെ ചെയ്തു പോയെങ്കിലുമേ ഇവർക്കും ഇല്ലത്തിനും വൃക്ഷലതാദിക്കും ആളിനും അർദ്ധവതിക്കും
നാഗരാജൻ നാഗേക്ഷി മുതലായ സർപ്പദൈവങ്ങൾ കേട്ട് ഈണസ്വരത്തിൽ പ്രസാദിക്കണം. കാശിരാമേശ്വരം പാണ്ഡി മലയാളമടക്കി വാഴുന്ന വെട്ടിക്കോണമരുന്ന നാഗരാജാവും മണ്ണാർശാലയിൽ അമരുന്ന നാഗേക്ഷിയും കേട്ട് പ്രസാദിക്കണം. പാടിപ്പിച്ച് ഈ സന്തതിയുടെ സർപ്പദോഷം ഒഴിയാൻ നാഗരാജന്റെ തിരുവുള്ളത്താൽ എന്ന് പാടുമ്പോൾ, ഈണസ്വരത്തിൽ പാടുമ്പോൾ സർപ്പദൈവങ്ങൾ നമ്മൾ അത് കേട്ട് നമ്മളെ സഹായിക്കുക തന്നെ ചെയ്യും. അങ്ങനെ നാഗദൈവങ്ങൾ നമ്മളെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. നാഗദൈവങ്ങളെ കുറിച്ച് പറയുമ്പോൾ അവർ ഭൂമിയുടെ അവകാശികളാണ്. പരശുരാമൻ കേരളം സൃഷ്ടിച്ചതിന് ശേഷം ഇവിടെ ഉണ്ടായിരുന്ന ഓരു വെള്ളമെല്ലാം വലിച്ചു മാറ്റാൻ വേണ്ടി സർപ്പലോകത്തുനിന്ന് വാസുകിയെയും മറ്റ് ദൈവങ്ങളെയൊക്കെ കൊണ്ടുവന്ന് ആദ്യം പ്രതിഷ്ഠിച്ചത് വെട്ടിക്കോട് നാഗരാജ ക്ഷേത്രത്തിലാണ്. അവിടുന്നാണ് പിന്നീട് മണ്ണാർശാലയിലേക്ക് പോകുന്നത്, ഒരു വേളി കഴിയുന്നതോടുകൂടി. അപ്പോൾ അങ്ങനെ വെട്ടിക്കോട് അമരുന്ന നാഗരാജാവും മണ്ണാർശാലയിൽ അമരുന്ന നാഗയക്ഷിയമ്മയും നാഗകന്യകമാരും നമ്മളെ എല്ലാവരെയും സഹായിക്കട്ടെ, അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.